മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവിനെതിരെ സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗവും കൊടുമൺ പഞ്ചായത്ത് പ്രസിഡന്റുമായ കെ ശ്രീധരൻ ഉന്നയിച്ച പരാതി ഗൌരവമായി പരിശോധിക്കുമെന്ന് സിപിഐഎം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി കെ ഉദയഭാനു. മന്ത്രിയുടെ ഭർത്താവ് ഇടപെട്ടാൽ റോഡിന്റെ അലൈൻമെന്റ് മാറ്റില്ല. അലൈൻമെന്റ് പ്രകാരം തന്നെയാണ് ഓട നിർമ്മാണമെന്നും കെ ഉദയഭാനു പറഞ്ഞു. അങ്ങനെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയാൽ ഉദ്യോഗസ്ഥന്മാർ മാറുമോ? ആ റോഡിന്റെ അലൈൻമെന്റ് എന്ന് പറയുന്നത് ഓടയടക്കം 12 മീറ്ററാണ്. പല ഭാഗങ്ങളിലും അതിനേക്കാൾ കൂടുതൽ വീതി റോഡിനുണ്ട്. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ്. വികസനത്തിനൊന്നും അവരെതിരാണ്, ഈ റോഡ് പണിക്ക് എതിരാണ്. അതിനപ്പുറത്ത് അതിനൊന്നുമില്ല. അത് അടിസ്ഥാനരഹിതമായ വാർത്തയാണ്. അതിനെ സംബന്ധിച്ച് പാർട്ടി പരിശോധിക്കും, ഗൗരവമായി പാർട്ടി പരിശോധിക്കും. ഞാൻ പോയിരുന്നു എന്താ സംഭവം എന്ന് അറിയാൻ പോയിരുന്നു. അങ്ങനെ മന്ത്രിയുടെ ഭർത്താവൊന്നും ഇടപെട്ടാലൊന്നും ഗവൺമെന്റ് ഒന്നും ഇടപെടത്തില്ല, ഒന്നും ചെയ്തില്ല. അത് ആരൊക്കെ അതും പറഞ്ഞില്ലേ, അത് പരിശോധിക്കാമെന്ന് പറഞ്ഞു. പാർട്ടി ഗൗരവമായി പരിശോധിക്കും ഇക്കാര്യത്തിൽ. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫിനെതിരായ ആരോപണത്തിൽ കോൺഗ്രസും പ്രതിഷേധം ശക്തമാക്കുകയാണ്. കൊടുമൺ പഞ്ചായത്തിൽ കോൺഗ്രസ് പ്രഖ്യാപിച്ച ഹർത്താൽ പുരോഗമിക്കുന്നു. പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നു നമുക്കൊപ്പം പത്തനംതിട്ടയിൽ നിന്ന്. പ്രവീൺ പുരുഷോത്തമൻ, ഒരു ഓടയുടെ പേരിൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണോ ആരോഗ്യമന്ത്രി വീണ ജോർജ്? ഈ ആരോപണത്തിന്റെ വാസ്തവം പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ പാർട്ടി? എങ്ങനെയാണ് ഇപ്പോൾ അവിടെ സംഭവവികാസങ്ങൾ? സുജയ, പത്തനംതിട്ട കൊടുമണ്ണിൽ കോൺഗ്രസ് ആഹ്വാനം ചെയ്ത ഹർത്താൽ തുടരുകയാണ്. അവിടെ ഒരു ഓട നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വിവാദം ഉയർന്നിരിക്കുന്നത്. മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിന് മുൻവശത്താണ് ഈ ഓട നിർമ്മാണം നടക്കുന്നത്. കിഫ്ബി പദ്ധതി പ്രകാരം റോഡിന്റെ വീതി കൂട്ടുന്ന നടപടിക്രമങ്ങളാണ് ഇവിടെ പുരോഗമിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഓട നിർമ്മിച്ചപ്പോൾ അലൈൻമെന്റ് പ്രകാരമല്ല ഓട നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ആരോപണം. ഇതിനിടയിൽ ഇന്നലെ കൊടുമൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗവുമായിട്ടുള്ള കെ ശ്രീധരൻ കൂടി മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവിനെതിരെ ആരോപണവുമായി രംഗത്തെത്തിയിരുന്നു. കിഫ്ബി ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി അലൈൻമെന്റിൽ മാറ്റം വരുത്തി എന്നാണ് പ്രധാനപ്പെട്ട ഒരു ആരോപണമായി വന്നത്. ഈ ഒരു ആരോപണത്തിനാണ് ഇപ്പോൾ സിപിഐഎം ജില്ലാ സെക്രട്ടറി കെ ഉദയഭാനു മറുപടി നൽകിയിരിക്കുന്നത്. സിപിഐഎമ്മിന്റെ ഒരു ജില്ലാ കമ്മിറ്റി അംഗം തന്നെ മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവിനെതിരെ ഒരു ആരോപണമായി വന്നത്, അക്കാര്യം പാർട്ടി ഗൗരവമായി അന്വേഷിക്കും. ഏത് സാഹചര്യത്തിലാണ് ഇത്തരം ഒരു ആരോപണം, ഒരു ഓട നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം ഉയർന്നതെന്ന് അന്വേഷിക്കും എന്ന് കെ ഉദയഭാനു വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഈ കെട്ടിടത്തിന് മുൻവശത്ത് 13 മീറ്റർ വീതിയിലാണ് റോഡ് നിർമ്മിക്കേണ്ടിയിരുന്നത് എന്ന് കോൺഗ്രസ് നേതൃത്വം പറയുന്നു. എന്നാൽ അവിടെ 13 മീറ്റർ റോഡിന് വീതിയില്ല, പകരം റോഡിലേക്ക് ഇറക്കി ഓട നിർമ്മിച്ചു എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് ആരോപിക്കുന്നത്. അതേസമയം തന്നെ വീണ ജോർജിന്റെ ഭർത്താവ് ഈ ആരോപണത്തിന് മറുപടിയും നൽകിയിട്ടുണ്ട്. അവിടെ ഒരു കയ്യേറ്റവും നടന്നിട്ടില്ല. നേരത്തെ നിശ്ചയിച്ച പ്രകാരം, അലൈൻമെന്റ് പ്രകാരം തന്നെയാണ് അവിടെ ഓട നിർമ്മാണം നടക്കുന്നത്. 13 മീറ്റർ വീതി ആ റോഡിന് അവിടെ ഉണ്ട്. നേരത്തെ 17 മീറ്ററാണ് അവിടെ ഏറ്റെടുത്തിരുന്നത്. 13 മീറ്റർ റോഡിന്റെ വീതി പ്രകാരം തന്നെ അവിടെ നിർമ്മാണം നടന്നിട്ടുണ്ട്. ഓട നിർമ്മാണത്തിൽ ഒരു ഇടപെടലും താൻ നടത്തിയിട്ടില്ല, കിഫ്ബി ഉദ്യോഗസ്ഥരെ താൻ ഭീഷണിപ്പെടുത്തിയിട്ടില്ല എന്നാണ് മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഇക്കാര്യം ഒരു സിപിഐഎമ്മിന്റെ ഒരു ജില്ലാ കമ്മിറ്റി അംഗം തന്നെ ഈ വിഷയത്തിൽ ആരോപണം ഉന്നയിച്ച സ്ഥിതിക്ക് പാർട്ടി ജില്ലാ കമ്മിറ്റി ഗൗരവമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇന്നേതായാലും ഹർത്താൽ തുടരുകയാണ്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 4 മണി വരെയാണ് ഹർത്താൽ പുരോഗമിക്കുന്നത്. അതേസമയം തന്നെ സിപിഎമ്മിന്റെ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി കെ ഉദയഭാനു കോൺഗ്രസിനെതിരെ ഒരു പ്രധാനപ്പെട്ട ആരോപണവുമായി വന്നിട്ടുണ്ട്. അതായത് ഈ ഓട നിർമ്മാണം നടക്കുന്ന സ്ഥലത്തിന് സമീപത്ത് കോൺഗ്രസിന്റെ ഓഫീസുണ്ട്. ആ ഓഫീസ് കയ്യേറ്റ ഭൂമിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ സ്ഥലം വളർന്ന് തിട്ടപ്പെടുത്തണമെന്നൊരു ആവശ്യം കൂടി സിപിഎമ്മിന്റെ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ഇപ്പോൾ ഉന്നയിച്ചിട്ടുണ്ട്. സുജയ. ഓക്കെ, പ്രവീൺ പുരുഷോത്തമനാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ആരോപണം, അതിന്മേലുള്ള പ്രതിഷേധം, അതൊക്കെ കടുക്കുകയാണ്. ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം ഇപ്പോൾ പാർട്ടി ഇടപെടൽ കൂടി വന്ന സ്ഥിതിയിൽ എന്തായിരിക്കുമെന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം.